എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും CBI-യെയും ഭയപ്പെടാതെ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് BJP-ക്കും മോദിക്കും RSS-നുമെതിരെ സംസാരിക്കുന്നില്ലേ? അത് നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അദ്ദേഹം സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? അദാനി അടക്കമുള്ള കോർപ്പറേറ്റുകൾക്കെതിരെ ഇതുപോലെ തുറന്ന് എതിർത്ത് സംസാരിക്കാൻ പറ്റുന്ന എത്ര നേതാക്കൾ? അദ്ദേഹം സംസാരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാ, പാവപ്പെട്ടവർക്ക് വേണ്ടിയാ. സംശയമുണ്ടോ? അദ്ദേഹത്തിന്റെ സാമ്പത്തിക ചിന്തകൾ, നയങ്ങൾ ഒരു വലതുപക്ഷമാണോ? നിങ്ങളെങ്ങനെ കരുതുന്നുണ്ടോ? ജനങ്ങൾക്കിടയിൽ ഇതുപോലെ ഇഴുകിച്ചേരുന്ന മറ്റൊരു നേതാവ് വേറെയാണുള്ളത്. നോക്കൂ, ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ, മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെ എത്ര കിലോമീറ്ററുകൾ കാൽനടയായി ഇതുപോലെ ഒരു യാത്ര നടത്താൻ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ട് ഇതുപോലൊരു യാത്ര നടത്താൻ കഴിയുന്ന എത്ര നേതാക്കൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്? രാഹുൽ ഗാന്ധി അല്ലാതെ. ആ രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം, നിങ്ങൾക്ക് എതിർക്കാം, പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഈ കാര്യത്തിലെങ്കിലും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വേറെ റുക്കാൻ പോന്ന ഒരു വലിയ അഴിമതി കണ്ടുപിടിക്കുമ്പോൾ അതിനൊപ്പം നിങ്ങൾ നിൽക്കേണ്ടതല്ലേ? സഹാക്കൾ നിൽക്കേണ്ടതല്ലേ? CPM നിൽക്കേണ്ടതല്ലേ? എന്താണ് നിങ്ങൾക്ക് മടി? ഈ രീതിയിൽ BJP മുന്നോട്ട് പോയാൽ ഇവിടെ ജനാധിപത്യം ബാക്കി ഉണ്ടാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയെ പുറത്തു കൊണ്ടുവന്ന ഈ വോട്ട് കൊള്ള, അത് തീ പോലെ ഇന്ത്യയിലാകമാനം പടർത്തണം. അത് വോട്ട് കൊള്ളയിലൂടെയാണ് BJP അല്ലെങ്കിൽ NDA അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എന്ന് തെളിയിക്കാനുള്ള ഒരു പോരാട്ടമായിരിക്കണം. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു രക്ഷാമാർഗമായി മാറണം. അതിന് സഖാക്കൾ അടക്കമുള്ളവർ ഒന്നിച്ച് നിൽക്കണം. അതാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത്.